ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നല്ല മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ ഇന്നത്തെ മാർക്കറ്റിലേക്ക് ഇല്ലായിരുന്നു, ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. നോക്കിക്കോളാം, നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ് ബാങ്ക് നിഫ്റ്റി മാക്സിമം വരുന്നത് വരെ, അതായത് അതിൻ്റെ ക്ലോസിംഗ് ലെവൽസിലേക്ക് വരുന്നത് വരെയാണ് നമ്മളുടെ മാർക്കറ്റ് റാലി ചെയ്തിരിക്കുന്നത്. കണ്ട, ബാങ്ക് നിഫ്റ്റി ബോൾ ലൈൻസിനെ ക്രോസ് ചെയ്തു, മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തു, തിരിച്ച് അതിൻ്റെ ക്ലോസിംഗ് ലെവൽ വരെ എൻഡ് ചെയ്തു. ഇതേസമയം നിഫ്റ്റി അതിൻ്റെ ബോൾ ലൈൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ബോൾ ലൈൻസിന് മുകളിലേക്ക് റാലി ചെയ്യുകയും നമ്മുടെ ക്രോസിംഗ് ലെവൽസിനെ ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇനി ഇത് എങ്ങോട്ടാണ് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല, നമുക്കറിയില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് വരെയൊന്നുമില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് അതിൻ്റെ മുകളിൽ അതിൻ്റെ ക്രോസിംഗ് ലൈൻ ഉണ്ട്. സാധാരണ ഇതുപോലെ നിഫ്റ്റി ക്രോസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ എൻഡിങ് വരെ, ഈ ക്രോസിംഗ് ലെവൽ വരെ ആയിരിക്കും അത് റാലി ചെയ്യുക. അതല്ല ബാങ്ക് നിഫ്റ്റിയാണ് ഇതിനെ ക്രോസ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയുടെ ഈ ഒരു ക്രോസിംഗ് ലെവൽ വരെ ആയിരിക്കും റാലി സാധാരണ സംഭവിക്കാറുള്ളത്. ഫിനിഫ്റ്റി ഫ്യൂച്ചറും അതിൻ്റെ അപ്പർ ലൈൻസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിനിഫ്റ്റിയും ഇതുപോലെ തന്നെ എൻ്റെ ബോൾ ലൈൻസ് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് ക്രോസ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഇൻഡെക്സ് ലെവൽസ്. നമ്മളുടെ മെയിൻ സ്ട്രാറ്റജി ആയ നമ്മുടെ സ്ട്രൈക്ക് ലെവൽസിലേക്ക് വരാം. സ്ട്രൈക്ക് ലെവൽസിലെ ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ട് നമുക്ക് ഇന്ന് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. 2 എണ്ണം കൺഫേം ചെയ്യുന്ന ലെവൽസേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് 90% കൺഫർമേഷൻ മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കണ്ട. അടുത്ത ഇൻഡെക്സിലേക്ക് നോക്കാം. അടുത്ത ഇൻഡെക്സ് ആയ നിഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കാണാം. നിഫ്റ്റി നോക്കിക്കുക, മൂന്നാമത്തെ ക്യാൻഡിൽ, നിഫ്റ്റിയുടെ മൂന്നാമത്തെ ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും എന്ത് വന്നിട്ടുണ്ട്? നിഫ്റ്റി ഇടിഞ്ഞിട്ട് അതിൻ്റെ ബോൾ ലൈൻസിന് മുകളിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ബോൾ ലൈൻസിൽ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണ് മൂന്നാമത്തെ ക്യാൻഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതേ സമയം നിഫ്റ്റിയുടെ രണ്ടാമത്തെ പൊസിഷനും ഇതുപോലെ ബോൾ ലൈൻസിൽ വന്നിട്ടുണ്ട്, അവിടുന്ന് റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പം 3 നമുക്ക് കൺഫേംഡ് ആവണം. അതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബോൾ ലൈൻസിന് ബോൾ ലൈൻസിനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 ബോൾ ലൈൻസിനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യണം. ഓക്കെ, സ്ട്രാറ്റജി അറിയാൻ പാടില്ലാത്തവർക്ക് ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ബോൾ ലൈൻസിന് മുകളിൽ തട്ടി റിജക്റ്റ് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ, അങ്ങനെ ഒരു ക്യാൻഡിൽ കാണിക്കുമ്പോൾ 15 മിനിറ്റ്സിന് ഒരു ക്യാൻഡിൽ കാണിക്കുമ്പോൾ അടുത്ത 2 ഗ്രാഫുകളും അങ്ങനെ തന്നെ കാണിക്കുകയാണ് എങ്കിൽ, നമുക്ക് മൊത്തം 4 ഗ്രാഫ് ഉണ്ട് ഒരു ഇൻഡെക്സിന്. അതിൽ അടുത്ത 2 കൂടി അങ്ങനെ തന്നെ കാണിക്കുകയാണ് എങ്കിൽ അത് കൺഫേംഡ് ആണ്, നമുക്ക് ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ ക്യാൻഡിൽ ബോൾ ലൈൻസിനെ ടച്ച് ചെയ്തു വന്ന ബോൾ ലൈൻസിന് താഴത്തേക്ക് പോയില്ല. ബോൾ ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ്, സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ആ സപ്പോർട്ടിനെ ടച്ച് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ് നമ്മളുടെ ഈ ഒരു ക്യാൻഡിൽ, സിയുടെ ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ അടുത്ത സിയിലേക്ക് നോക്കുക. അടുത്ത സി ഇത് തന്നെയാണ് കാണിക്കുന്നത്. ബോൾ ലൈൻസിനെ ടച്ച് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ബോൾ ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത 2 പൊസിഷനാണുള്ളത്. 2 ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കണം. ഇതിവിടെ നമ്മുടെ സിയിൽ ഇത് സപ്പോർട്ടായിരുന്നുവെങ്കിൽ പിയിലേക്ക് വരുമ്പോൾ ആ ഒരു ബോൾ ലൈൻ റെസിസ്റ്റൻസ് ആയിരിക്കണം, മുകളിലായിരിക്കണം നിൽക്കേണ്ടത്. നോക്കിയോളൂ, കണ്ട, ഈ ഒരു മൂന്നാമത്തെ ക്യാൻഡലിൻ്റെ മുകളിലാണ് ആ ബോൾ ലൈൻ സസ്റ്റെയിൻ ചെയ്യുന്നത്. കണ്ട, മുകളിലത്തെ ബോൾ ലൈൻസിലേക്ക് ടച്ച് ചെയ്ത് അവിടുന്ന് താഴേക്ക് റിജക്റ്റ് ചെയ്യാനാണ് ഈ ഒരു ക്യാൻഡിൽ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 3 കൺഫേംഡ് ആയാലും മതി. 4 കൺഫേംഡ് ആകണമെങ്കിൽ അത്രയും നല്ലത്. ഇത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, അവിടുന്ന് ടച്ച് ചെയ്ത് താഴേക്ക് പോരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 കൺഫേംഡ് ആണ്. 3 കൺഫേംഡ് ആയത് എങ്ങനെയാണ്? മുകളിലത്തെ ബോൾ ലൈൻസിനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നു. അതായത് പി താഴേക്ക് പോരും എന്ന് കൺഫേംഡ് ആണ് അവിടെ. സി ആണെങ്കിൽ മുകളിലത്തെ ബോൾ ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സി ഉയരും എന്നുള്ളതാണ് കൺഫേംഡ് ആകുന്നത്. അപ്പോൾ 3 കൺഫേംഡ് ആണ്. ഇതും കൂടെ കൂട്ടിയാൽ 4 കൺഫേംഡ് തന്നെയാണ്. നമുക്ക് 3 കൺഫേംഡ് ആണെങ്കിൽ ആ ട്രേഡിനെ നമുക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ്. ഒരു സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കി അത് തീരുന്നത് വരെ, അത് 15 മിനിറ്റ്സിന് ക്യാൻഡിൽ എൻഡ് ചെയ്യുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നമുക്ക് കൺഫേംഡ് ആയി. അങ്ങനെയാണെങ്കിൽ തൊട്ട് 4 ക്യാൻഡിൽ നമുക്ക് സി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. നമ്മൾ 4 ക്യാൻഡിൽ സി ട്രേഡ് കൊടുത്താലുള്ള നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കിക്കേ. 1 2 3 ഇത് എന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. മൂന്നാമത്തെ ക്യാൻഡിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യും. തൊട്ട് 4 ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 10 രൂപയുടെയൊക്കെയാണിത്. 10 രൂപയുടെ സാധനം ഒരു 35 വരെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ. ഒരു 350% റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. 350% റിട്ടേൺ ആ ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 കൺഫേംഡ് ആകുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നു. നമുക്ക് അടുത്ത നിഫ്റ്റിയിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ലെവലാണ് ഇവിടെ കാണുന്നത്. ഇത് നോക്കുകയുള്ളത് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റിയുടെ ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. ഈ ഒരു ക്യാൻഡിലും അതേസമയം ഫസ്റ്റ് ലെവലിനെ തന്നെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്യാൻഡിലും അതേസമയം ഫസ്റ്റ് ലെവലിനെ തന്നെയാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ. അപ്പോൾ അത് ഒരു മൂന്നാമത്തെ സെവൻത്ത് ക്യാൻഡിലാണ് കേട്ടോ ഇത്. സെവൻത്ത് ക്യാൻഡിൽ അപ്പോൾ നമുക്കൊരു അപ് ട്രെൻഡ് സംഭവിക്കാൻ പോകുന്നു. അതായത് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ലെവലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലെവലാണ്. ഇവിടെ കണ്ട സി പൊസിഷൻസ് ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തു. ഇവിടെയും സി പൊസിഷൻ ഇറങ്ങി വന്ന് കാണുന്നുണ്ടോ? നമ്മുടെ സൂം ചെയ്ത് കാണിക്കാം. സി പൊസിഷൻ ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. അടുത്ത സി പൊസിഷനും ഇറങ്ങി വന്ന് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. അടുത്തിപ്പോൾ പി പൊസിഷനിൽ ഒരെണ്ണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അത് കയറി പോയി ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ അടുത്ത പി പൊസിഷൻ നോക്കുമ്പോൾ കയറി പോയി ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്ത് തിരിച്ച് പോന്നിട്ടുണ്ട്. എന്നാലും ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് മൂന്നും ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തു. ഇത് ആണെങ്കിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. ഇവിടെ സി പൊസിഷൻസ് ആണെങ്കിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമുക്കതിനെ കൺഫേം ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചൊരു റാലിയാണ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകും. അവിടെ ഒരു ചെറിയ കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ, അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു 7ാമത്തെ ക്യാൻഡിലാണ് നമ്മുടെ നിഫ്റ്റിയിൽ ഇത് കാണിക്കുന്നത്. ദെൻ നമ്മൾ അവിടെ ഒരു കൺസൾട്ടേഷൻ വരാനുള്ള കാരണം നമ്മുടെ ഫിൻനിഫ്റ്റിയിലേക്ക് നമുക്ക് നോക്കാം. ഫിൻനിഫ്റ്റി ഇതേ സമയം നോക്കിക്കേ, എത്രാമത്തെ ക്യാൻഡിലാന്ന് നോക്കിയാൽ 1 2 3 4 5 6 7 8 9 9th ക്യാൻഡിലായപ്പോഴാണ് ഫിൻനിഫ്റ്റിയിൽ ഇതാ പി പൊസിഷൻ കയറി പോയിട്ട് അതെ 7th ക്യാൻഡിലും ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ 9th ക്യാൻഡിലും എന്തായിട്ടുണ്ട്, ഫസ്റ്റ് ലെവലിലാണ് ടച്ച് ചെയ്തേക്കുന്നത്. ഇവിടെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ 7th ക്യാൻഡിലും 9th ക്യാൻഡിലും ഇതുപോലെ ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ലെവലും ബോൾ ലൈനും ഇവിടെ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ദെൻ നമുക്ക് ഫസ്റ്റ് ലെവലിനാണോ ബോൾ ലൈനെ ടച്ച് ചെയ്തു രണ്ടായിട്ടും കണക്കാക്കാം. ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് സി പൊസിഷൻ. അതുപോലെ സി പൊസിഷൻ ഇറങ്ങിയതാ ഇവിടെ കറക്റ്റ് ഫസ്റ്റ് ലെവലിൽ തന്നെയാണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കൺഫേംഡ് ആണ്. 7ാമത്തെ ക്യാൻഡിലും അതുപോലെ തന്നെ 9th ക്യാൻഡിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ 7ാമത്തെ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്താലും തിരിച്ചത് ഫസ്റ്റ് ലെവലിൽ സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്ത് തിരിച്ച് വന്ന് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ 9th ക്യാൻഡിൽ ഇവിടെ നിഫ്റ്റിയിൽ കൺഫേംഡ് ആണ്. 7th ക്യാൻഡിലും കൺഫേംഡ് തന്നെയാണ്. 7th ക്യാൻഡിലും 9th ക്യാൻഡിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. സി പൊസിഷൻ കിട്ടേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയും 9th ക്യാൻഡിൽ നമ്മൾ ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ നോക്കിക്കോ. 9th ക്യാൻഡിൽ 7th ക്യാൻഡിലാണെങ്കിൽ അവിടെ ഒരു കൺസൾട്ടേഷൻ ഉണ്ട്. അതിനുശേഷം 9th ക്യാൻഡിൽ നല്ല റിട്ടേൺ കണ്ടോ. ഒറ്റ ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ളവർക്ക്, അതായത് 10 രൂപയുടെ സാധനമാണ് 350 രൂപ വരെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ. 3500% റിട്ടേൺ ആണ് അതവിടെ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാക്സിമം 25%. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ എക്സ്പയറിയൊക്കെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സെയിം എക്സ്പയറിയിലേക്കൊന്ന് മാറാൻ നോക്കിയിരുന്നു. പക്ഷേ നമുക്കത് കൺഫേംഡ് ആയില്ല. നമുക്കിപ്പോഴും മന്ത് എൻഡും വീക്കെൻഡും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ തന്നെയാണ് നല്ല വർക്കിംഗ് ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് കാണുന്നുണ്ടായിരുന്നു. 2 ഓപ്പർച്യൂണിറ്റിയിൽ നല്ല റിട്ടേൺ എക്സ്പയറിയിലാണേ കൊടുത്തിട്ടുണ്ട്. എക്സ്പയറി അല്ല നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും റിട്ടേൺ വരുന്നത്. ഇതിപ്പോൾ നമ്മളിത് നിഫ്റ്റിയിലാണ് ഇപ്പോൾ ട്രേഡ് എടുത്തിരുന്നതെങ്കിൽ തന്നെ നിഫ്റ്റിയിൽ ഒരു 100% റിട്ടേൺ കേട്ടോ. 100 അല്ലെങ്കിൽ 150% ഒക്കെ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന കണ്ടോ. ഒരു 300 രൂപയുടെ ഐറ്റമൊക്കെ 600 രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട്. പിന്നെ നിഫ്റ്റിയിലാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ 150 രൂപയുടെ ഐറ്റം 300 രൂപ വരെയൊക്കെ പോയിട്ടുണ്ട്. അതായത് 100% റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിൻ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന് മുകളിലേക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ റിട്ടേൺ ഇന്ന് കിട്ടിയ ഡേ തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു കൺസോൾട്ടേഷനിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കൺസോൾട്ടേഷൻ തന്നെ നമുക്ക് എമൗണ്ട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ആ ഒരു ഇത് കിട്ടാതെ പോകുന്ന അവസ്ഥ വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയിലാണെങ്കിൽ തന്നെ 3rd ക്യാൻഡിൽ കണ്ട ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. ഇവിടെയും ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു. ഇവിടെയും ഫസ്റ്റ് ലെവൽ തന്നെയാണ്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ കണ്ടോ. അങ്ങനെയൊക്കെ നമുക്ക് കൺഫേം ചെയ്യാം കണ്ടോ. 3ാമത്തെ ക്യാൻഡിൽ അത് ഓൾറെഡി 3ാമത്തെ ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, നിഫ്റ്റിയിൽ ആ ഒരു കറക്റ്റ് പൊസിഷൻ വരുന്നുണ്ട്. നിഫ്റ്റിയിൽ 3ാമത്തെ ക്യാൻഡിൽ നമുക്ക് സി പൊസിഷൻ എടുക്കാം. അതുപോലെ 7th ക്യാൻഡിലും സി പൊസിഷൻ എടുക്കാം എന്നുള്ളത് നിഫ്റ്റി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലാണ് ഇന്ന് 2 ട്രേഡ് കൂടുതലും ആക്റ്റീവ് ആയിരുന്നത്. നിഫ്റ്റിയുടെ ഞാൻ തരാറില്ല. ഈ ഒരു ഇത് ഞാൻ കൺഫേം ചെയ്തതിന് ശേഷം തരാമെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. നിഫ്റ്റിയുടേതാണ് നമുക്ക് നല്ല 2 ട്രേഡുകൾ ഇന്ന് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ 3 കൺഫേം ചെയ്യുന്ന മറ്റു ട്രേഡുകൾ ഒന്നും തന്നെ കാണുന്നില്ല. ഇത് ആണ് 3 കൺഫേം ചെയ്ത് വരുന്നത് കണ്ട. റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്ന 3 ഉണ്ട്. 3 ഒരുമിച്ച് വന്നുകൊണ്ട് ആ ട്രേഡ് ആക്റ്റീവായി. ബ്ലൂ മാർക്ക് കാണിച്ചിരിക്കുന്ന 3 ഉണ്ട്. 3 ഒരുമിച്ച് വന്നുകൊണ്ട് അതും ആക്റ്റീവായി. അപ്പോൾ 2 പൊസിഷൻസ് ഇന്ന് നമുക്ക് നിഫ്റ്റി നോക്കി ട്രേഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ സ്ട്രൈക്ക് ലെവൽസ് നമുക്ക് പെയ്ഡ് ആണ്. ഇത് വേണമെങ്കിൽ നമ്മളെ സെപ്പറേറ്റ് കോൺടാക്റ്റ് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.